നമസ്കാരം, SJV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിലെ അല്ലു അർജുൻ്റെ കഥാപാത്രം ഇടയ്ക്കിടെ പറയുന്നൊരു ഡയലോഗുണ്ട്, പുഷ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ആണോ എന്ന് കരുതിയോടാ, ഫയർ ആണെന്ന്. അത്തരത്തിൽ ചിത്രം ഫയർ ആയോ എന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമായ പുഷ്പ ദ റൈസ് പുറത്തിറങ്ങുന്നത് 2021 നീണ്ട 3 വർഷത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിലാണ് പുഷ്പ ദ റൂൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ചന്ദനക്കടത്തുകാരനായ പുഷ്പരാജിൻ്റെ ഒരു എവല്യൂഷനും എമർജിങ്ങും അവിടുത്തെ ഒരു ലോക്കൽ ഗ്യാങ്സ് വാറും അത് അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാപാരം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച, അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം, പ്രണയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ പാർട്ടിൽ ഫോക്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് അവസാനിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ അവതരിപ്പിക്കുന്ന ഷെഖാവത്ത് IPS എന്ന കഥാപാത്രത്തിൻ്റെ ഒരു എൻട്രിയോടുകൂടിയാണ്. പിന്നീട് ഷെഖാവത്തും പുഷ്പയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് എത്രത്തോളമായിരിക്കാം, പുഷ്പരാജിൻ്റെ ചന്ദനക്കടത്തുമായുള്ള മുന്നോട്ട് പോക്കിന് ഷെഖാവത്ത് IPS എത്രത്തോളം വെല്ലുവിളി ഉയർത്തും എന്നൊരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ആദ്യത്തെ ഭാഗം അവസാനിച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നത്. രണ്ടാമത്തെ ഭാഗം കാണാനായിട്ട് നമ്മൾ എത്തുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ ആകാംക്ഷ ഫഹദിന്റെ കഥാപാത്രവും അല്ലു അർജുൻ്റെ കഥാപാത്രവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എത്രത്തോളം ഇന്റൻസ് ആയി സുകുമാറിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. ഈ ചിത്രം ആദ്യത്തെ പാർട്ടിൽ ഒരു എവല്യൂഷനാണ് പുഷ്പരാജിൻ്റെ നമ്മൾ കാണാൻ സാധിച്ചതെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ ആധിപത്യം ഉറപ്പിച്ച ഒരു പുഷ്പയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഭരണത്തെ പോലും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന, പണം കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്ന കരുത്തനായ പവർഫുള്ളായ ഒരു പുഷ്പയാണ് പുഷ്പ ടു ദ റൂൾ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയാണ് ഷെഖാവത്ത് IPS എത്തുന്നത്. ഇവർ തമ്മിലുള്ളൊരു രംഗം എത്രത്തോളം ചൂട് പിടിപ്പിക്കും എന്നൊരു ഇൻറ്റൻസോട് കൂടിയാണ് നമ്മൾ കാണാനിരിക്കുന്നതെങ്കിൽ അവിടെയാണ് ഇവർ നിരാശപ്പെടുത്തുന്ന അനുഭവമായി പുഷ്പ 2 മാറുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ തിരക്കഥ ദുർബലമായതോടെ ഇവരുടെ ഒരു ക്യാരക്ടറൈസേഷനും കഥയുടെ ഒരു പോക്കിനും ഒരു പ്രോഗ്രസ് ഇല്ലാതെ മാറിയതോടെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് പുഷ്പ 2 മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യത്തെ പാർട്ട് അവിടുത്തെ ലോക്കൽ ഗ്യാങ് വാറും പുഷ്പയുടെ ഒരു എവല്യൂഷനും ഒക്കെ അത്രത്തോളം ഇൻറ്റൻസായി കൊണ്ടുവരാൻ സുകുമാറിൻ്റെ ഒരു സ്ക്രീൻ പ്ലേക്ക് സാധിച്ചെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ദുർബലമായ തിരക്കഥയും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള തെലുങ്ക് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മാസീൻസും ഒരു ആധിപത്യമുള്ളൊരു കഥാപാത്രത്തിനെ എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒബ്സ്റ്റാക്കിൾസിനെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നൊക്കെ നമ്മൾ സാധാരണ തെലുങ്ക് മസാല സിനിമകളിൽ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് തന്നെയാണ് സുകുമാർ ഈ ചിത്രത്തിലും ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഫാസിലിൻ്റെ ഷെഖാവത്ത് എന്ന കഥാപാത്രത്തെ ഒരു നല്ല രീതിയിൽ അത് ക്യാരക്ടറൈസേഷൻ ചെയ്യാത്തത് കൊണ്ട് ഒരു ഇൻറ്റൻസ് ആയ രീതിയിൽ സ്ക്രീനിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ ഫസ്റ്റ് ഫാസിലിൻ്റെ കഥാപാത്രങ്ങളെ കണ്ട് ശീലിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻസും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് ഇതിലും. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു രീതിയിൽ അത് ഫീൽ ചെയ്തത്. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും പുഷ്പരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ ആധിപത്യം കാണിക്കാനുള്ള സീനുകളൊക്കെ വിഷ്വലി മികച്ച രീതിയിൽ കൊണ്ടുവരാമെന്ന് തോന്നി. പക്ഷേ ആ രീതിയിലൊന്നും തിരക്കഥ പരിഗണിച്ചിട്ടില്ല. അതൊരു നിരാശപ്പെടുത്തുന്ന അനുഭവം തന്നെയായിരുന്നു. അതിനോടൊപ്പം രശ്മിക മന്ദാനയുമായിട്ടുള്ളൊരു അല്ലു അർജുൻ്റെ കോമ്പിനേഷൻ സീൻസ് വളരെ അരോചകമായിരുന്നു. ആദ്യത്തെ പാർട്ടിൽ ഇവർ തമ്മിലുള്ളൊരു മാരേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ എത്തുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു അടുപ്പം കാണിക്കുന്ന സീനുകളൊക്കെ അത്രത്തോളം അരോചകമായിരുന്നു. കാരണം സിനിമയുണ്ടായി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു പഴയ ടെംപ്ലേറ്റിലുള്ളൊരു റൊമാൻസ് സീക്വൻസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തെലുങ്ക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു മസാല സെറ്റപ്പോട് കൂടി ആയിരിക്കാം സുകുമാർ ഇത് പ്രസന്റ് ചെയ്യുക. പക്ഷേ അത്രത്തോളം പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് എന്നിലെ പ്രേക്ഷകന്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇതിലെ രശ്മിക മന്ദാനയുടെ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ അത്രത്തോളം അരോചകമായി തോന്നി. കാരണം ഒരു സെക്ഷുവൽ മാനിയക്ക് ആയിട്ടാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഓരോ കഥാപാത്രങ്ങളും നമ്മൾ മുൻവിധിയോടുകൂടി സമീപിക്കുന്നത് ശരിയല്ല. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. പക്ഷേ സ്ക്രീനിൽ പലപ്പോഴും അത് ഒരു പരിധി വിട്ട് വളരെ വൾഗറിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത്, സ്ക്രീനിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിനപ്പുറത്ത് രശ്മിക മന്ദാനയുടെ കഥാപാത്രം കഥയെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതായും കഥയുടെ ഒരു പ്രോഗ്രസീവിന് ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നതായും തോന്നിയിട്ടില്ല.
ആദ്യത്തെ പാർട്ടിൽ നിന്ന് രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഥയുടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മുന്നോട്ട് പോക്കാണ്. ആദ്യത്തെ പാർട്ടിൽ കൃത്യമായിട്ട് പുഷ്പരാജ് എന്ന കഥാപാത്രത്തിന്റെ എവല്യൂഷൻ കാണിച്ചെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ കഥ വലിയ രീതിയിൽ പ്രോഗ്രസ് ആവാത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ പ്രധാന കാരണം പുഷ്പരാജും ഷെഖാവത്തും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു ഇന്റൻസ് ആയി അത് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഇതിന്റെ ഒരു സംവിധായകന് സാധിച്ചില്ല എന്നിടത്താണ്. ഇതിൽ ഒരുപാട് മൊമെന്റ്സിൽ 1-2 മൊമെന്റ്സ് കൊള്ളാമെങ്കിലും ഇവർ തമ്മിലുള്ളൊരു പുഷ്പരാജും ഷെഖാവത്ത് IPS തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീൻസ് പല സീനുകളും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം ഈ ചിത്രത്തിന്റെ ആദ്യത്തെ സീനിൽ ഷെഖാവത്ത് ഇവരുടെ ഒരു ട്രൂപ്പിലേക്ക് ഇൻവോൾവ് ആവുന്നതൊക്കെ നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടെയും പിന്തുടരുന്നത്. കാരണം നമ്മൾ കണ്ട് ശീലിച്ച കഥയാണെങ്കിലും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനോ ഒരു പുതിയ തരത്തിലൊരു നറേറ്റീവ് രീതി പിന്തുടരാനോ ഒന്നും ഇവിടെ സുകുമാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിരാശപ്പെടുത്തുന്ന അനുഭവമായി മാറുന്നത്. ഇതിൽ ഓപ്പണിംഗ് സീൻ തുടങ്ങുന്നത് ജപ്പാനിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ആ സീൻ ഒരു മാസ് സീനിന് വേണ്ടി ബിൽഡ് ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് ഇതിന്റെ കഥയുടെ തുടർച്ചയിൽ ആ സീൻ ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ കഥയുടെ ആകമൊത്തത്തിലൊരു സ്ട്രക്ചറിന്റെ ഒരു ഭംഗി ഇല്ലാതാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദേവിശ്രീ പ്രസാദിന്റെ പാട്ടുകൾ ചിലപ്പോൾ മലയാളത്തിൽ കേട്ടതുകൊണ്ടായിരിക്കും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല. തെലുങ്കിൽ കേട്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പഞ്ച് ഉണ്ടാവുമായിരിക്കും. തെലുങ്ക് ഞാൻ വേർഷൻ കേട്ടിട്ടില്ല. പക്ഷെ മലയാളം ഡബ് ആയതുകൊണ്ടായിരിക്കാം വളരെ അരോചകമായിട്ടാണ് തോന്നിയത് പല പാട്ടുകളും. ചിലയിടങ്ങളിൽ ദേവിശ്രീ പ്രസാദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രസം ഉണ്ടായിരുന്നെങ്കിലും മിക്കയിടങ്ങളിലും വലിയൊരു ഇമ്പാക്റ്റ് സമ്മാനിക്കാനും സാധിച്ചിട്ടില്ല. ആദ്യത്തെ പാർട്ടിൽ ഈ ഗ്യാങ് വാർസ് ഒക്കെ നല്ല രീതിയിൽ ഇന്റൻസ് ആയി സുകുമാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിലെത്തുമ്പോൾ നനഞ്ഞ പടക്കമായി മാറുന്നുണ്ട്. പല സബ് സ്റ്റോറികളും പ്രധാന പ്ലോട്ടുമായിട്ട് ഒരുക്കി കോർത്തു കൊണ്ടുപോകുന്നതിൽ സുകുമാറിന്റെ തിരക്കഥ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ മൊത്തത്തിൽ ആദ്യത്തെ പാർട്ടിൽ നിന്ന് രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലും കഥയ്ക്കൊരു പ്രോഗ്രസീവ് ഉണ്ടാവുന്നില്ല. പിന്നെ ഫഹഫാസിന്റെ കഥാപാത്രം അത്രത്തോളം മികച്ച രീതിയിൽ ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫഹഫാസിൽ ഇല്ലാത്ത രംഗങ്ങളൊക്കെ പലപ്പോഴും ബോറടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടാമത്തെ ഹാഫിൽ ഒരു ആദ്യത്തെ 2-3 സീക്വൻസിന് ശേഷം പിന്നീട് ഫഹഫാസിലിന്റെ ഒരു എൻട്രി ഉണ്ടാവുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി കോൺഫ്ലിക്റ്റിലൂടെ കൂടിയാണ് ഈ ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അവിടേക്ക് എത്തുമ്പോഴാണ് വളരെ ഏച്ചു കെട്ടിയൊരു കഥ പറച്ചിലായി ഈ ചിത്രം മാറുന്നത്. ആകെ മൊത്തത്തിൽ ആദ്യത്തെ പാർട്ടിൽ നിന്ന് രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തുമ്പോൾ കഥയ്ക്ക് ഒരു തരത്തിലൊരു പ്രോഗ്രസീവ് ഉണ്ടാവുന്നില്ല. 3.5 മണിക്കൂറോളമുള്ളൊരു കഥ പറച്ചിൽ വല്ലാതെ പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യത്തെ പാർട്ട് ഒരു വാച്ചബിൾ അനുഭവമായിരുന്നെങ്കിൽ രണ്ടാമത്തെ പാർട്ട് തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയാണ്.